ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മോച്ചാലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി മട്ടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരും നോൺ വെജ് കഴിക്കാൻ പുതിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് മട്ടൻ കറിയാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് കൊപ്രൊക്കെ നമ്മൾ തേങ്ങ കൊത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് സവാളയിലെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണ്, അതുകൊണ്ട് കുറച്ചധികം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഇതേപോലെ ചതുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അധികം ഗോൾഡൻ കളറൊന്നും ആകണ്ട, ഇതേപോലെ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ അധികം ഓയിലൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ചേർത്തിട്ട് ഒന്ന് നന്നായി, ഇഞ്ചിയും പച്ചമുളകും അല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയാണ്, പറയുമ്പോൾ മാറിപ്പോയി. അപ്പോൾ എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാലയല്ല മീറ്റ് മസാല, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്, മട്ടൺ മസാല. നമ്മുടെ ഈ സുഹാനയുടെ അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ പാക്കറ്റ് കിട്ടും, അത് 10 രൂപയുടെ പാക്കറ്റ് മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മട്ടണൊക്കെ കഴുകി വൃത്തിയാക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ മട്ടണിലൊക്കെ നന്നായി കോട്ട് ചെയ്തെടുക്കാം. 2 മിനിറ്റ് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. തേങ്ങ വറുത്തരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വറുത്തരച്ചുണ്ടാക്കി വെച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കാം. 1/4 ഗ്ലാസ് വെള്ളം മതിയാവും, കാരണം മട്ടനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 6-7 വിസിൽ വേവിച്ചെടുക്കാം. മട്ടനാകുമ്പോൾ കുറച്ച് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എത്ര വിസിൽ കൊടുക്കണോ അത്ര നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് നന്നായി അടച്ചിട്ട് നമുക്കൊരു 6-7 വിസിൽ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. മട്ടൻ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്നതിന് ശേഷം ഓഫാക്കിയതാണ്. ഇപ്പോൾ പ്രഷറൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവി പറക്കുന്ന മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് തിക്നെസ്സാണ്. ഇനി നമുക്കിതൊന്ന് ഒരു തവി വെച്ച് മെല്ലെ ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെ, കറി കണ്ടില്ലേ?
ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ആവശ്യമുണ്ടായിരുന്നു, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പകുതി ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിപ്പൊക്കെ ഒന്ന് കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഫ്രണ്ട്സ്. ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ട്രൈ ചെയ്ത് കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.